ഹായ്, അനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് മസാല ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇത് സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാനും ഓഫീസിൽ ലഞ്ചിന് കൊണ്ടുപോകാനും ഒക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണ്. പിന്നെ ഇത് കഴിക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കണം. ആദ്യം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ചെറിയ ജീരകമാണ്, നമ്മൾ തോരനൊക്കെ ചേർക്കുന്ന ജീരകം. ആദ്യം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർക്കുന്നുണ്ട്. ഇതൊരു വലിയ ഉരുളക്കിഴങ്ങ്, കുറച്ച് നല്ല വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. സൈസ് ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 2 ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഒരു 3-4 കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കുക്കറിലിട്ട് ഒരു 4 വിസിൽ വേവിച്ചതാണ്. അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും, പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും. പിന്നെ അത് തണുത്തതിന് ശേഷം നല്ലതായിട്ട് ഉടച്ചെടുത്തു. പറ്റുന്നിടത്തോളം കട്ടയില്ലാതെ ഉടയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചപ്പാത്തി പരത്തുമ്പം എളുപ്പമായിരിക്കും. അപ്പോൾ ഇതും കൂടി നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒരു 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ഇനി ഇത് കൈവച്ച് തന്നെ ആദ്യം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കരുത്, കാരണം ഈ ഉരുളക്കിഴങ്ങിൽ കുറച്ച് ഈർപ്പമുണ്ട്. അപ്പോൾ അതും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് നനഞ്ഞ് കിട്ടും. പിന്നെ നമുക്ക് വളരെ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങും ഗോതമ്പ് പൊടിയും കൂടെയൊക്കെ മിക്സ് ചെയ്തപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. കുറച്ച് നല്ലതായിട്ടൊന്ന് നനഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കസൂരി മേത്തി. കസൂരി മേത്തി എന്ന് വെച്ചാൽ ഉലുവയില ഉണക്കിയതാണ്. നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ വാങ്ങാൻ കിട്ടും. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. പനീർ ബട്ടർ മസാലയിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. കണ്ടോ, ഈ ഇതുപോലൊരു പാക്കറ്റിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റായിട്ടെല്ലാം അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. അതില്ലാതെ ചെയ്താലും ഈ ചപ്പാത്തി നല്ല ടേസ്റ്റിയാണ്. ഇത് ചേർക്കുമ്പം ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയാണെന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഏതായാലും ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മാവിന് ചപ്പാത്തി മാവിൻ്റെ രീതിയിൽ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് കണ്ടോ, ഉരുളക്കിഴങ്ങ് മാത്രം ചേർത്തപ്പോൾ തന്നെ ഇത് ഇത്രയും നനവുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വളരെ കുറച്ച് വെള്ളമേ വേണ്ടി വരത്തുള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഒരു സമയം വളരെ കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. കാരണം ഇത് ലൂസായി പോയി കഴിഞ്ഞാൽ, അതായത് മാവ് ഒത്തിരി സോഫ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പരത്തിയെടുക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സാധാരണ ചപ്പാത്തി മാവിനേക്കാളും ഉരുളക്കിഴങ്ങും കൂടിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ എനിക്ക് ശരിക്കും ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ വേണ്ടി വന്നുള്ളൂ ഇത് റെഡിയാക്കാനായിട്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി ഇതൊരു 2 മിനിറ്റ് നല്ലതായിട്ട് കുഴച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മാവാക്കി എടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തി മാവിന് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നന്നായി കുഴച്ച് നല്ല സോഫ്റ്റും സ്മൂത്തുമായിട്ടുള്ള മാവായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ഇപ്പോൾ മാവ് റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയി. ഇതിന് ജസ്റ്റ് ഒന്നും കൂടി നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി സമയമൊന്നും വേണ്ട, ഒന്ന് കുഴച്ചാൽ മതി. ഇത് മതിയാവും. ഇനി ഇഷ്ടമുള്ള വലിപ്പത്തിന് ഉരുളകളാക്കി വെച്ച് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ എടുത്ത അളവിന് ഈ സൈസിലാണെങ്കിൽ ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 11 ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ചപ്പാത്തി എല്ലാം പരത്തിയെടുത്തു. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇത് ചുടുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ഒക്കെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. സാധാരണ ചപ്പാത്തി പോലെ തന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ വീർത്തൊക്കെ വരും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് എണ്ണയും നെയ്യും ഒന്നും തേക്കുന്നില്ല. അപ്പോൾ
അപ്പോൾ നമ്മുടെ അടിപൊളി മസാല ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. തണുത്താൽ പോലും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ടാണ്. കണ്ടോ? ഇത് കഴിക്കാനാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പിന്നെ സാധാരണ ഇത് കഴിക്കുന്നത് തൈരോ അച്ചാറോ അല്ലെങ്കിൽ ഇതുപോലെ സവോളയിൽ കുറച്ച് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ടാണ്. നമ്മൾ ആലു പറാത്തയൊക്കെ കഴിക്കില്ലേ, അതുപോലെ തന്നെയാണ്. ഇത് ഏതായാലും നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ റെസിപ്പി ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.